സാത്വിക ചോദിച്ചോ. ഇന്നത്തെ റിവിഷൻ ചെയ്താ ഓക്കെ ഓക്കെ അതെ ചട്ടിൽ അയച്ചിട്ടുണ്ടോ? ചേട്ടടുത്ത ചാൾസ് yeah, stimulus, olfactory receptor, sensory neuron, relay neuron, motor neuron, and effector. This is your answer. And what is in the answer key? No. This is the right one. കാരണം അഗർബത്തിയുടെ സ്മെല്ലിംഗ് ലൈക്ക് ഫ്രേഗ്രൻസിന്റെ മോളിക്യൂൾസ് ഡിഫ്യൂഷൻ ത്രൂ നമ്മുടെ മൂക്കിലെത്തുന്നു. മൂക്കിലെത്തുമ്പോഴത്തേക്കും ഈ സ്മെല്ലിന്റെ പാർട്ടിക്കിൾസ് ആണ്, അരോമാറ്റിക് പാർട്ടിക്കിൾസ് ആണ് ഇവിടുത്തെ സ്റ്റിമുലസ്. അത് മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്ത ഉടനെ തന്നെ ദാറ്റ് വിൽ ബി ലൈക്ക് ത്രൂ ദീസ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. ആ സ്റ്റിമുലസ് വന്നിട്ട് ആക്ട് ചെയ്യുന്നത് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിലാണ്. റിസെപ്റ്റേഴ്സിന് സെൻസറി ന്യൂറോൺ വഴി അത് ബ്രെയിനിലെത്തുക. ആൻഡ് ദെൻ നമ്മൾ മൂക്ക് ചീറ്റുന്നില്ലല്ലോ, നമ്മൾ ലൈക്ക് നമുക്ക് ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. വി ആർ നോട്ട് ക്രിയേറ്റിംഗ് എനി റിഫ്ലെക്സ്. പക്ഷെ അവിടെ എഴുതേണ്ടത് ലൈക്ക് ഇപ്പൊ റിലേ ന്യൂറോൺ അങ്ങനെ എഴുതിയിട്ടില്ലേ സാത്വിക അല്ലേ? പക്ഷെ അതിന്റെ ആവശ്യമില്ല. റിലേ ന്യൂറോൺ കഴിഞ്ഞ് മോട്ടോർ ന്യൂറോണിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇറ്റ്സ് നോട്ട് ക്രിയേറ്റിംഗ് എനി റെസ്പോൺസ് ഇൻ അവർ ബോഡി. ലൈക്ക് സ്മെല്ല് നമ്മുടെ ബോഡിയിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പൊ വാട്ട് വി നീഡ് ഇസ് ലൈക്ക് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആണ് ബ്രെയിൻ എത്തുന്നു. ബ്രെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാർട്സ്, അത് മിഡ് ബ്രെയിനിന്റെ പാർട്സ് വെച്ചിട്ട് അത് ആ സ്മെല്ലിനെ റെക്കഗ്നൈസ് ചെയ്ത് തരുന്നു. ആ രീതിക്ക് ആൻസർ പോകണം. അങ്ങനെ എഴുതിയാൽ മതി, ആ രീതിക്ക് ആൻസർ പോകണം. ബിക്കോസ് ഇപ്പൊ സാത്വിക എഴുതിയിരിക്കുന്നത് തെറ്റാന്ന് പറയാൻ കാരണം ഇറ്റ്സ് റിട്ടൺ ലൈക്ക് ഇൻ എ വേ ഇറ്റ് ഈസ് ലൈക്ക് റിഫ്ലെക്സ് ആക്ഷൻ ആണ് എന്നുള്ള രീതിക്ക്. പക്ഷെ അതല്ലല്ലോ, റിഫ്ലെക്സ് ആക്ഷൻ ഇല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് കേട്ടോ. ഓക്കെ ഓക്കേടാ. ഞാൻ ഷാഡോ മിസ്സിനോട് വീഡിയോ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ വെരി ബിഗ് തിങ് യുനോ. അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ ബട്ട് ഐ കാൺ ഡു ദാറ്റ്. 16 എണ്ണം ഇല്ലേ ഡൈ ഹൈബ്രിഡില്. അപ്പൊ അതുകൊണ്ട് റെക്കോർഡ് വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ടില്ലേ വാട്ട് യു നീഡ് ടു ഡു ഇസ് ലൈക്ക് യു ഡു ദാറ്റ്. എന്നിട്ട് എനിക്ക് അയക്കപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എവിടെയാ തെറ്റിപ്പോയെന്നുള്ളത്. വിൽ റിസോൾവ് ദാറ്റ് വേ. അതർവൈസ് ഇപ്പൊ ഇവിടെ വരച്ച ഒത്തിരി ഉണ്ട്, മനസ്സിലാവത്തില്ല. അതുകൊണ്ട് കേട്ടോ. ഓക്കേടാ സാത്വിക. ഓക്കെ മക്കളെ. ഡിയോൺ എന്ത് വെച്ചേടാ? ഗുഡ് ഈവനിങ് മക്കളെ. അതെ, നമ്മളെ ബേബി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ എംബ്രയോ ആയിരിക്കുന്ന സമയത്ത്, നോട്ട് ബേബി, എംബ്രയോ ആയിരിക്കുന്ന സമയത്ത് വി ഹാവ് എ ലിറ്റിൽ ലോട്ട് ഓഫ് ലൈക്ക് ഹോൾസ്, ലിറ്ററൽ ഹോൾസ്. ഒരെണ്ണം ഈ പറഞ്ഞ ലൈക്ക് ആ PFO എന്ന് പറഞ്ഞ സാധനം, ഒരെണ്ണം ഇവിടെ നമുക്ക് ഗിൽ സ്ലിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ലേറ്റർ ആഫ്റ്റർ ബർത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹ്യൂമൻ ഒരു ഫിഗർ ഉണ്ടല്ലോ, ആ ഒരു ഫിഗറിലോട്ടൊക്കെ എത്തി നമ്മുടെ ഓർഗൻസും സിസ്റ്റംസ് ഒക്കെ വലുതായി കഴിയുമ്പോഴത്തേക്കും ഈ ഹോൾസ് എല്ലാം എല്ലാം അടഞ്ഞു പോകും. സെയിം ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് PFO. നമുക്ക് അങ്ങനെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അത് എവല്യൂഷന്റെ പാർട്ടായിട്ട് നമുക്ക് വരുന്ന ഒരു ഹോളാണ്. അത് പിന്നീട് നമ്മൾ അത്യാവശ്യം സൈസ് റീഗെയിൻ ചെയ്ത് കഴിഞ്ഞ ഒരു പർട്ടിക്കുലർ 3rd ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഹോൾ അടഞ്ഞു പോകും. പിടികിട്ടിയോ? അപ്പൊ ശരിക്കും ആ ഹോള് നമ്മൾ ജനിച്ചതിന് ശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് മിക്സിംഗ് ഓഫ് ബ്ലഡ്. കാരണം അപ്പൊ ഹാർട്ട് വർക്ക് ചെയ്ത് ലങ്സ് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും മിക്സിംഗ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നോർമലി കുട്ടികൾ ജനിക്കുമ്പോഴത്തേക്കും ആ ഹോൾ അടഞ്ഞിട്ടാണ് കുട്ടികൾ ജനിക്കുക. പിടികിട്ടിയോ? ആ ഹോൾ അടഞ്ഞില്ലെങ്കിൽ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ പ്രശ്നമാണ്. വിൽ ബി ലൈക്ക് നീഡഡ് ടു ഡു സർജറീസ്, അങ്ങനെ റിമൂവ് ചെയ്ത് ആ ഹോള് ക്ലോഗ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിലെ എംബ്രയോണിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ആ ഹോൾ ഉണ്ടായിട്ട് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ പരിപാടികൾക്ക് പ്രശ്നം പറ്റുന്നില്ല. വൈ?
ബിക്കോസ് ആ സമയത്ത് നമ്മൾ ഹാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓക്സിജൻ ഡീഓക്സിജനേറ്റഡ് മിക്സ് ആയി കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്ലസന്റ ത്രൂ ആണ് അതിന്റെ ട്രാൻസ്പോർട്ടേഷനും അതിന്റെ ഓക്സിജനേഷൻ ഡീഓക്സിജനേഷൻ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പൊ ഡീഓക്സിജനേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ബോഡി എന്ത് ചെയ്യും, അത് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ അമ്മ പ്ലസന്റ് റിസീവ് ചെയ്യുന്നു, അമ്മയുടെ ഹാർട്ടാണ് അതിനെ ഓക്സിജനേറ്റഡ് ആക്കാനായിട്ട് ലങ്സിൽ കൊണ്ടുപോകുന്നത്. ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കുട്ടിക്ക് തിരിച്ചു കൊടുക്കും. സോ ബേസിക്കലി കുട്ടിയുടെ ലങ്സിന് അവിടെ വർക്കില്ല. അതുകൊണ്ട് വി ആർ നോട്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രോബ്ലം ഫേസ് ചെയ്യുന്നില്ല. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും, കുട്ടിയുടെ ഹാർട്ട് മുൻപ് ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ കുട്ടിയുടെ ഹാർട്ടും കുട്ടിയുടെ ലങ്സും ഒരേ സമയം വർക്കിംഗ് ആണ്. അപ്പൊ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് വന്നു, ഇവിടെ ഹാർട്ടിൽ ഓൾറെഡി ഡീഓക്സിജനേറ്റഡ് ഉണ്ട്, മിക്സിംഗ് ആയി കഴിഞ്ഞാൽ നേരത്തെ പോലെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ മിക്സ് ചെയ്ത് കുട്ടിയുടെ ബ്ലഡിന്റെ കോമ്പോസിഷൻ മാറിപ്പോകും. അപ്പൊ പെട്ടെന്ന് നമ്മൾക്ക് അനീമിയ ഒക്കെ വന്ന് നമ്മൾ അപ്പം ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹോൾസോടുകൂടി കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് അതൊക്കെ മാറ്റുന്നത്. അതല്ല, നോർമലായിട്ട് ജനിക്കണമെങ്കിൽ നമ്മുടെ പോലെ നോർമലായിട്ട് ആ കുട്ടി വളരും. പിടികിട്ടിയോ? പ്ലസന്റ് ഉള്ളതുകൊണ്ടാണ് ഇറ്റ് വാസ് നോട്ട് ബീങ് എ വെരി ബിഗ് ഇഷ്യൂ വെൻ ഇറ്റ് വാസ് എ ബേബി, കുഞ്ഞു ബേബി ആയിരുന്നപ്പോൾ. ഓക്കെ, ഓക്കേടാ, ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ് കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. Ta-ta.